നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് മകരമാസം 1 മുതൽ 30 വരെയും ഇംഗ്ലീഷ് വർഷം ജനുവരി 14 മുതൽ, അതായത് 2025 ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയും ഉള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ഈ ഫലപ്രവചനം വളരെ സൂക്ഷ്മമായിട്ടും ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കേൾക്കുകയും കാണുകയും ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇനി മാസഫലത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് മേടരാശിക്കാർക്ക് എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും ഉണ്ട്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ 15 നാഴിക, ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വ്യാഴം ധനസ്ഥാനത്തുണ്ട്. എല്ലാവർക്കും, അതായത് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭകരമായി തന്നെ കാണുന്നു. മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം ഉണ്ട്. പിന്നെ ഗവൺമെൻറ് ജോലി, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഗവൺമെൻറ് ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു. പിന്നെ സഹോദര ഗുണം കാണുന്നു. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണുന്നു. പിന്നെ ഗൃഹ നിർമ്മാണമോ മോടി കൂട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു. വാഹന ലാഭം, ധനലാഭം, ഇതൊക്കെ തന്നെ ഈ മേടരാശിക്കാരെ സംബന്ധിച്ച് നിലവിൽ ഉണ്ട്. ഇനി മാതാവിന് നേരത്തെ ആരോഗ്യ ഉണ്ടായിരുന്നുവെങ്കിൽ അത് രോഗശമനം, നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും, രോഗശമനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. വ്യാഴം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ആയതിനാൽ നമുക്ക് ധനപരമായ പുരോഗതി എല്ലാം തന്നെ ഉണ്ട്. ഇനി പറയുന്നത്, ഈ മേടരാശിക്കാർക്ക് മറ്റൊരവസ്ഥയുണ്ട്. അതായത് നിങ്ങളുടെ 12ാം ഭാവം, അവിടെ അനന്തൻ അല്ലെങ്കിൽ രാഹു നിലകൊള്ളുന്നു. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ, കാൽപാദത്തിനോ കാല് സംബന്ധിച്ചോ സ്കിൻ, അതായത് തൊലിപ്പുറത്തുള്ള രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ശമനമായി വരുന്നതിന് നാഗരാജ പ്രീതി കൊണ്ട് നമുക്കത് സാധിക്കും. അടുത്ത് പറയുന്നത് ഇടവരാശിയാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാല്, മകേരത്തിൻ്റെ ആദ്യ പകുതി. കാർത്തിക, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി. അപ്പോൾ നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം, അതായത് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെ ആ വ്യാഴം സൂചിപ്പിക്കുന്നു. വ്യാഴത്തെ കൊണ്ടുള്ള ശുഭഫലം നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭകരം തന്നെയാണ് കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, പിന്നെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ നടക്കുന്നതായി കാണുന്നു. യാത്രാ ഗുണം, വാഹനം ലബ്ധി ഒക്കെ കാണുന്നു. തൊഴിൽ നേട്ടം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ വാഹന ലബ്ധി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ മാസം ചൊവ്വയുടെ സ്ഥിതി 8-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ പ്രവൃത്തി സ്ഥാനത്ത് ചൊവ്വ വരുന്നുണ്ട്. ആയതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വിദ്യാവിജയം, പിന്നെ സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങൾ ഒക്കെ തന്നെ ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രണയബന്ധം,
അതുമായി ബന്ധപ്പെട്ടുമൊക്കെ അങ്ങനെയുള്ള സാധ്യതകളും കാണുന്നു. അപ്പോൾ ഇടവരാശിയെ സംബന്ധിച്ച് എല്ലാം കൂടുതലും ഗുണകരമാണ്. എന്നാൽ ശനിയുടെ അവസ്ഥ ആ രാശിയിലോട്ടുള്ളതിനാൽ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ടതാണ്. കൂടുതൽ ദോഷം ഇല്ല, നല്ല മതിയായ ചികിത്സയൊക്കെ കിട്ടുന്നതായിട്ടും കാണുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് ശനിപ്രീതിയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് പറയുന്നത് മിഥുനം. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാലും. നിങ്ങൾക്ക് വേഴത്തിൻ്റെ സ്ഥിതി, അതായത് വേഴം നിലവിൽ മറഞ്ഞു നിൽക്കുന്നു, 12ലാണ്. അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം, ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല സന്തതി പരമ്പര, അവരുടെ കാര്യങ്ങളുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി സന്താനങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യേണ്ട ഒരു കാലമായിട്ട് കാണുന്നു. പിന്നെ വിദ്യാർത്ഥികൾ പഠനവുമായി ബന്ധപ്പെട്ട് ദൂരെ പോയി പഠിക്കാനൊക്കെ ഉള്ള ഒരു യോഗവും ഈ മാസം കാണുന്നു. നമ്മുടെ വാക്ക് നിയന്ത്രിക്കുക. പിന്നെ ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെയും നോക്കണമെന്ന് പറയുന്നു. പിന്നെയുള്ളത് കൂട്ടുകാരി വഴിയുള്ള ലാഭമൊക്കെ ഉണ്ടാകുന്നതായും കാണുന്നു. പിന്നെ അവരുമായിട്ടുള്ള യാത്രകൾ അതുമൊക്കെ കാണുന്നു. അപ്പം മിഥുനരാശി അത്ര ശുഭകരമല്ലെങ്കിലും ഇടയ്ക്ക് ചില ആശ്വാസമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ രാശിയിൽ ചൊവ്വ പ്രവേശിക്കുന്നു ഈ മാസം. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വേഴപ്രീതി നടത്തുക. ഇനി അടുത്ത് പറയുന്നത് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിക്കാർക്ക് വേഴം നിലവിൽ അവിഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭഫലം തന്നെ സിദ്ധിക്കുന്നതായിട്ട് കാണുന്നു. മംഗളകരമായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. പിന്നെ വിദ്യയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ദൂരെ പോയി പഠിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരെ പോവേണ്ടതായിട്ടുമൊക്കെ ഈ മാസം കാണുന്നു. അങ്ങനെയാണെങ്കിൽ യാത്രകളൊക്കെ ശുഭകരമാണ്. ഗ്രഹം, വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായി കാണുന്നു. ഗ്രഹം പുതുക്കുകയോ വാങ്ങുകയോ ക്രയവിക്രയങ്ങൾ, അതായത് ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെ ക്രയവിക്രയം അത് നടത്തുന്നതിനും നല്ലതാണ് കർക്കിടക രാശി സംബന്ധിച്ച്. കർക്കിടക രാശിയെ സംബന്ധിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതം ആദ്യത്തെ 15 നാഴിക, പൂയം, ആയില്യമാണ്. പിന്നെ ഈ മാസം കർക്കിടക രാശിക്കാർക്ക് ഈ ചൊവ്വ 12 പോകുന്നുണ്ട് മാസത്തിൻ്റെ, അതായത് 8-ാം തീയതിക്ക് ശേഷം. അപ്പോൾ 8 എന്ന് ഉദ്ദേശിച്ചത് മലയാളമാണ്. അപ്പോൾ 8-ാം തീയതിക്ക് ശേഷം 12ാം ഭാവത്തിലോട്ട് പോകുന്നു. അപ്പോൾ വാഹനം സംബന്ധിച്ചുള്ള വിഷയങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം. നേരത്തെ വാഹന സംബന്ധിയായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ചൊവ്വയുടെ സ്ഥിതി വെച്ചിട്ട് കാൽപാദത്തിനോ കാൽ വിരലുകൾക്കോ ക്ഷതമുണ്ടാകുന്നതായിട്ടും കാണുന്നു. ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സഹോദരങ്ങൾക്ക് രോഗസാധ്യത ഒക്കെ ഈ മാസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പൊതുവെ പിന്നെ ഒന്ന് പറയാനുള്ളത്,
നമുക്ക് മാതൃസ്വത്തൊക്കെ കിട്ടാനുള്ള ആൾക്കാർക്ക് അത് ഈ മാസം അതിൻ്റെ ഒരു തീരുമാനമൊക്കെ ആകുന്നതായിട്ടും കാണുന്നു. പൊതുവെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് കൂടുതൽ ഭയപ്പെടേണ്ടതില്ല. പിന്നെ ആരോഗ്യപുഷ്ടിക്കായിട്ട് എന്തെങ്കിലും ജലജന്യമായ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, പ്രായമായവർക്കോ അല്ലാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ ശനി നിങ്ങൾക്ക് അഷ്ടമത്തിലാണ്. അപ്പോൾ ആയതിനാൽ മതിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും എന്ന് തന്നെയാണ് ആ വേഴം സൂചിപ്പിക്കുന്നത്. ഇനി പറയുന്നത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, ആദ്യത്തെ 15 നാഴിക. അപ്പോൾ തൊഴിൽ നിങ്ങൾക്ക് വന്നിട്ട് വേഴം 10ാമിടത്താണ്. തൊഴിലിൽ കാര്യമായ ശ്രമവും അതിൽ കൃത്യനിഷ്ഠ പാലിക്കേണ്ടതായിട്ടും ഉണ്ടെന്നാണ് ആ വേഴം സൂചിപ്പിക്കുന്നത്. പിന്നെ യാത്രാ ചിലവുകൾ ഒക്കെ കൂടുന്നതായിട്ട് കാണുന്നു. ഈ വാഹന സംബന്ധിയായിട്ടുള്ള പാഴ് ചിലവുകളുമൊക്കെ ഈ മാസം വരാനൊക്കെ ഉള്ള സാധ്യത കാണുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ റിപ്പയർ പണികളൊക്കെ ചെയ്യുന്നതാണ് ഉചിതം. പിന്നെ മാതൃസ്വത്ത്, കിട്ടാനുള്ളവർക്ക്, അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് കിട്ടാനുള്ള യോഗവും ഈ മാസം കാണുന്നു. സഹോദര ഗുണം ഉണ്ടാകും. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ, അതായത് ഗവൺമെൻറ് തല കാര്യങ്ങൾ ഒരു പരിധി വരെ ശരിയായി വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. പിന്നെ 2 നിങ്ങളുടെ ധനസ്ഥാനത്ത് കേതു നിൽക്കുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് മഹാഗണപതി പ്രീതി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് ഈ മാസം വേഴത്തിൻ്റെ ആനുകൂല്യമുണ്ട്. ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് എല്ലാവർക്കും, എല്ലാ ആൾക്കാർക്കും, പ്രായഭേദമന്യേ, വിദ്യാർത്ഥി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, പൊതുവെ എല്ലാവർക്കും തന്നെ ശുഭ അവസ്ഥ തന്നെ കാണുന്നു. മംഗളകരമായ കാര്യങ്ങൾ നടക്കും. പിന്നെ മാതൃപിതൃസ്വത്ത് കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യത ഈ മാസം തെളിയുന്നു. പിന്നെ വാഹന ലാഭം, പിന്നെ ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരുന്നതായിട്ടും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഗവൺമെൻറ് ജോലി, ഇതൊക്കെയാണ് കന്നിരാശി സംബന്ധിച്ച് പറയാനുള്ളത്. കൂടുതലും ശുഭഫലം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ വാഹനം ലാഭം ഒക്കെ പറഞ്ഞു. എന്നിരുന്നാലും ഈ രാശിയിൽ കേതു നിലകൊള്ളുന്നു, യാത്രാസ്ഥാനത്ത് രാഹുവുണ്ട്. അപ്പോൾ അത് മറക്കണ്ട. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒരു നിയന്ത്രണം, പതുക്കെയൊക്കെ പിന്നെ വേഗത കുറച്ചൊക്കെ പോകുന്നതൊക്കെ നന്നായിരിക്കും. അപ്പോൾ കന്നിരാശിയെ സംബന്ധിച്ച് കൂടുതൽ ദോഷങ്ങളില്ല. ഇനി പറയുന്നത് തുലാരാശിയാണ്. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് വേഴസ്ഥിതി അത്ര നല്ലതല്ല. വേഴം അഷ്ടമത്തിൽ മറഞ്ഞു. അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി കാണുന്നു. പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പ് കൊണ്ട് ചില ഗുണഫലങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഈ മാസം കാണുന്നു. സഹകരണം കൊണ്ടുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ മുഖേനയുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കാം ഈ മാസം. പിന്നെ കൂട്ടുകാർ മുഖേനയും ഒക്കെ ലാഭങ്ങളുണ്ടാവാം.
പിന്നെ ജീവിത പങ്കാളി, ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ കിട്ടാനുള്ള, അല്ലെങ്കിൽ അവർ മുഖേന നമുക്ക് സ്വത്തൊക്കെ കിട്ടാനുള്ള, അങ്ങനെ കിട്ടാൻ യോഗമുള്ളവർക്ക് അത് കിട്ടുന്നതായിട്ടും ഈ മാസം കാണുന്നു. നിയമപരമായ കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ നിയമപരമായ കാര്യങ്ങളൊക്കെ ഈ ഒപ്പ് വയ്ക്കുന്നതൊക്കെ അത് പൂർണ്ണമായിട്ടും അത് വായിച്ച് നോക്കി ഒക്കെ വേണം ചെയ്യാൻ. അത് പറയുന്നത് നിങ്ങളുടെ എഴുത്തിൻ്റെ സ്ഥാനം, പ്രവൃത്തി സ്ഥാനം എന്ന് പറയും. അവിടെ ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാലാണ്. അപ്പോൾ തുലാരാശിക്കാർക്ക് കൂടുതലും ഗുണകരമല്ല. ദൈവാധീനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായി ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതിനും പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നേരെയായി വരുന്നതിനും ഒക്കെ ആയിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതിയാണ്. പിന്നെ ശനിപ്രീതി, നിങ്ങളുടെ വിദ്യാസ്ഥാനത്ത് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ തടസ്സമാണ് കാണുന്നത്. അപ്പോൾ ആ വിദ്യാസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി, അപ്പോൾ ശനിപ്രീതി കൂടി ശനിയാഴ്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിജീവിച്ച് പോകാൻ പറ്റും, ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി പറയുന്നത് വൃശ്ചികക്കൂറാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് ഇതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. സർവേശ്വരകാരകനായിട്ടുള്ള വേഴം, മഹാഗുരു അല്ലെങ്കിൽ മഹാവിഷ്ണു നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു. നിവൃത്തി എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനം, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമായി വരുമെന്നാണ് കാണുന്നത്. മംഗളകരമായ കാര്യങ്ങൾ അതെല്ലാം തന്നെ പെടും. വിവാഹം, പിന്നെ ക്രയവിക്രയങ്ങൾ, പിന്നെ യാത്ര, വാഹനലബ്ധി, ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ. എന്തെങ്കിലും സ്ഥാപനമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പൊതുവേ ആ വൃശ്ചികരാശിയെ സംബന്ധിച്ച് ദോഷങ്ങൾ ഇല്ല. 70% വരെയും നല്ലതാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഈ രാശിയിലോട്ട് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ശനിപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ, വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പൂർണ്ണമായും നമുക്ക് സാധിക്കും. അപ്പോൾ ശനിപ്രീതി കൂടി ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമാണ്. ഇനി പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വിദ്യാവിജയം, ഈ മാസം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, യാത്രാഗുണം, തൊഴിൽ നേട്ടം ഒക്കെ തന്നെ കാണുന്നു. വേഴത്തെ കൊണ്ട് ഗുണപരം കിട്ടുന്നില്ല എങ്കിൽ തന്നെയും മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് ഈ മാസം ഗുണഫലം സിദ്ധിക്കുന്നതായിട്ട് കാണുന്നു. വേഴം നിങ്ങൾക്ക് 6-ലാണ്. 6 എന്ന് പറയുമ്പോൾ രോഗസ്ഥാനം, രോഗം, ശത്രുഘടം, ദൈവാധീനം മറഞ്ഞു എന്ന് പറയും. അത് വേഴത്തെ കൊണ്ടാണ്. അപ്പോൾ ഈ രാശിയിൽ നിൽക്കുന്ന ബുധനും ഒക്കെ പറയുന്നു വിദ്യാവിജയമൊക്കെ കാണുന്നു, തൊഴിൽ നേട്ടം, യാത്രാഗുണം, പിന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രണയബന്ധം, ഇതൊക്കെ തന്നെ ഈ മാസം കാണുന്നു. പിന്നെ പിതൃവഴി ധനമോ സ്വത്ത് വകകളോ കിട്ടാനുള്ളവർക്ക് അത് ഈ മാസം അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ വേണം. അതായത് നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് കേതുണ്ട്. നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് സഫലമാകണമെന്നില്ല. അപ്പോൾ ആവർത്തിച്ച് പരിശ്രമിക്കുക, എന്നാലേ അത് ശരിയായി വരൂ എന്നുകൂടി ആ കർമ്മസ്ഥാനത്ത്, നമ്മുടെ 10ാം ഭാവം കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കേതു പറയുന്നു. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, നാഗരാജ പ്രീതി, മഹാവിഷ്ണു പ്രീതി, ഇതൊക്കെയാണ് ധനുരാശിയെ സംബന്ധിച്ച്
ചെയ്യേണ്ടത്. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് ഈ മാസം വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ട്. വ്യാഴം നിങ്ങൾക്ക് 5-ാമിടത്താണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായി വരും. എന്നാലും ഈ ബുധൻ്റെ നിൽപ്പ് ഒക്കെ വച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് പരാജയം ഉണ്ടാകാതെ നോക്കുക. പിതാവിന് രോഗസാധ്യത കാണുന്നു. ബുദ്ധിമോശം ഉണ്ടാകാതെയും നമ്മൾ ഈ മാസം ശ്രദ്ധിക്കണം. അത് ബുധൻ്റെ അവസ്ഥ അത് സൂചിപ്പിക്കുന്നു. ബുധൻ നിങ്ങൾക്ക് മകരരാശിക്കാർക്ക് ബുദ്ധികാരകനായിട്ടുള്ള ബുധൻ 12-ലാണ്. ആയതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പകുതിക്ക് ശേഷം മാറ്റം വരുന്നുണ്ട്. 11-ാം തീയതി വരെ മകരരാശിയെ സംബന്ധിച്ച് ബുദ്ധിമോശമൊന്നും കാണിക്കാതിരിക്കുക. വിദ്യാർത്ഥികളായിരുന്നാലും മുതിർന്ന ആൾക്കാരായിരുന്നാലും 11-ാം തീയതി വരെയാണ്. പിന്നെ ആഗ്രഹസാഫല്യം, സന്താനഭാഗ്യം, വസ്ത്രലാഭം, മംഗല്യഭാഗ്യം എന്നിവയും മകരരാശിയെ സംബന്ധിച്ച് കാണുന്നു. അപ്പം ദോഷമല്ല, ചില വിദ്യാർത്ഥികൾക്ക് ചില ആനുകൂല്യം കുറയും. ബാക്കിയുള്ളത് നല്ല രീതിയിൽ തന്നെയാണ് ആ രാശിയിൽ ഉള്ളത്. ഇനി പറയുന്നത് കുംഭരാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി സുഖസ്ഥാനത്താണ്. സുഖം, വാഹനം, ഗ്രഹം, കൂട്ടുകാർ, മാതൃസ്ഥാനം എന്ന് പറയും. അപ്പോൾ 4-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. വലിയ കുഴപ്പങ്ങളില്ല. എന്നാലും ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും കുംഭരാശിക്ക് വരുന്നത്. ഗവൺമെൻറ് കാര്യങ്ങൾ തടസ്സം കാണുന്നു കുംഭരാശിക്കാർക്ക്. പിന്നെ മാതൃപിതൃ സ്വത്ത് വകകൾ കിട്ടാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ആലോചന ഒക്കെ ഈ മാസം കാണുന്നു. അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾക്ക് വിജയം ഉണ്ടാകുന്നു. ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു ചികിത്സയിലൂടെ. പിന്നെ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ആരോഗ്യം, പ്രായഭേദമന്യേ ആരോഗ്യം ശ്രദ്ധിക്കണം. ആ രാശിയിൽ ശനി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജന്മത്തിൽ ശനി നിൽക്കുന്ന കാലവും കൂടിയാണ്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾ കുംഭരാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലം ഭയപ്പെടേണ്ട ആവശ്യമില്ല. വ്യാഴത്തിൻ്റെ നിൽപ്പ് സുഖസ്ഥാനത്തുള്ളത് കൊണ്ട് നമുക്ക് ശനിപ്രീതി പിന്നെ വ്യാഴപ്രീതി ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് ഈ മാസത്തെ ഫലം ഗവൺമെൻറ് കാര്യങ്ങൾ ഒരു പരിധിവരെ ശുഭം. വിദ്യാവിജയം കാണുന്നു. പിന്നെ വാഹനമൊക്കെ ഓടിക്കുന്നത് ശ്രദ്ധിച്ച് വേണം. അപകട സാധ്യതയും കാണുന്നു. പറഞ്ഞു ഭയപ്പെടുത്തുന്നതല്ല, കരുതൽ വേണം. അതിനായിക്കൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. പിന്നെ മൂത്ത സഹോദരങ്ങൾ മുഖേനയോ പിതൃവഴിയോ ഒക്കെ ധനപരമായ കാര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് ഈ മാസം കാണുന്നു. അപ്പം നിങ്ങൾക്ക് ഈ രാശിയിൽ രാഹു നിൽക്കുന്നു, നിവർത്തി സ്ഥാനത്ത് കേതു നിൽക്കുന്നു, യാത്രാസ്ഥാനവും കൂടിയാണ്. അപ്പോൾ യാത്രയൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ജീവിത പങ്കാളിക്ക്, ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ
ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ നിലവിൽ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ക്ഷീണാവസ്ഥകളുണ്ടെങ്കിൽ നാഗരാജ പ്രീതിയാണ് ഉചിതം. അപ്പോൾ വേഴം നിങ്ങൾക്ക് നല്ല സ്ഥാനത്തല്ല, വേഴം 3-ലാണ്. 3-ലെ വേഴം നമുക്ക് ഗുണം ചെയ്യത്തില്ല. അപ്പോൾ വേഴത്തെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വ്യാഴാഴ്ച. അപ്പോൾ ഈ 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ഈ മാസത്തെ ഫലം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും തന്നെ ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അതുമായി ബന്ധപ്പെട്ട് അത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ഇത് ചാരവശാലുള്ള ഫലമാണ്, അത് അനുഭവത്തിൽ വരും. അപ്പോൾ ദോഷം പറഞ്ഞ രാശിക്കാർക്ക് അവർക്കിപ്പോൾ നല്ല ദശയാണ്, അല്ലെങ്കിൽ നല്ല അപഹാരമാണ്. അങ്ങനെയാണെങ്കിൽ ദോഷം പറഞ്ഞ ദോഷ കാഠിന്യം വരത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ഫലം പറഞ്ഞ രാശിക്കാർക്ക് അവർക്കിപ്പോൾ ദശ അപഹാരം ആയിട്ട് ബന്ധപ്പെട്ട് മോശാവസ്ഥ ഉണ്ടെങ്കിൽ ഈ നല്ല ഫലം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടില്ല എന്നുള്ള അവസ്ഥയല്ല, അതിൻ്റെ ഗുണഫലം കുറയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥകൾ അനുഭവത്തിൽ വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നമ്മുടെ കർമ്മ മേഖല ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, കർമ്മ മേഖല അതാണ് നമ്മുടെ ഭാഗ്യമായി വരുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായ പരിശ്രമവും ഒക്കെ വേണം. മടി, അലസത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതൊക്കെ തന്നെയാണ് സമയദോഷമായി നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. ആയതിനാൽ അലസത മനോഭാവം ഇതൊക്കെ മാറ്റി നന്നായിട്ട് പ്രവർത്തിച്ച് ഭാഗ്യ അനുഭവങ്ങൾ നേടേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. മറ്റൊരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾക്ക് ജാതക പരിശോധന, ജാതകം അതായത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏത് കാര്യം അറിയുന്നതിനും എന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ എൻ്റെ ഫോണിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഭാഗ്യാനുഭവങ്ങളും ആരോഗ്യപുഷ്ടിയും, വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയവും, പിന്നെ ഉദ്യോഗത്തിലെത്തിയും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.